വടക്കൻ ഗാസയിൽ നിർണായക സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധഭൂമിയിലെത്തിയ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേൽ സൈനികരെ അഭിവാദ്യം ചെയ്യുകയും രാജ്യം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നതായി വ്യക്തമാക്കുകയും ചെയ്തു. ഒക്ടോബർ 7 അവസാനിച്ചിട്ടില്ലെന്നും ഇനി അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്ന് നാം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി സൈനികരോട് ആഹ്വാനം ചെയ്തു. ഹമാസ് ഭീകരർക്കെതിരായ യുദ്ധം 80 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിൽ പോരാട്ടം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, പോരാട്ടം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ ശക്തി പ്രാപിക്കും. ഇത് ഒരു നീണ്ട യുദ്ധമായിരിക്കും, അവസാനിക്കാറായിട്ടില്ല. ഗാസയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ കണ്ട് മടങ്ങിയ ശേഷമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. ഗാസയിൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു.